പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇന്ന് വ്യാഴാഴ്ച നമ്മുടെ ശുശ്രൂഷ ദിവസമാണ്. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ഇത് കേൾക്കുന്ന സമയത്ത് ഒരു നന്മ നിറഞ്ഞു പറയുമ്പോൾ ചെല്ലി അവിടെ ശരിക്കും വിട്ടുതലിൻ്റെ ഒരു പ്രത്യേക ശുശ്രൂഷയാണ്. അപ്പോൾ നിങ്ങൾ ശക്തമായിട്ട് അങ്ങനെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ശരിക്കും പ്രകടമായ വിധത്തിലാണ് കേട്ടോ ഈശോ ഇടപെടുന്നത്. നിങ്ങൾ പ്രത്യേകിച്ച് ഈ മനസ്സെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതാണ്. ഭയങ്കര വലിയ ഭാരമായിട്ടൊക്കെയാണ് വന്നത്. പക്ഷേ ദൈവം ഭാരം എടുത്ത് മാറ്റി. അതാണ് ശരിക്കും വിടുതലിൻ്റെ മേഖലയാണ് കർത്താവ് ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി. സെൻറ് മേരീസ് ധ്യാന കേന്ദ്രം പടുവിൽ നമുക്ക് വിടുതലിൻ്റെ ഒരു മേഖല കർത്താവ് ഇവിടെ വെളിപ്പെടുത്തി നിന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഇന്നലത്തെ കാര്യം, അതായത് ഇന്നലെ 1-ാം തീയതി കുർബാനയുടെ കാര്യം പറഞ്ഞില്ലേ. ഈവനിങ്ങിലൊക്കെ എന്നോട് 2-3 പേരെങ്കിലും ഇന്നലെ വൈകിട്ട് ഒരു 9 മണി 10 മണിക്ക് ആകുമ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഞങ്ങള് കാലത്ത് മറന്നുപോയി അച്ഛാ, ഞങ്ങള് ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയി, പക്ഷെ ഞങ്ങൾ യാത്ര ചെയ്ത് കുറെ യാത്രയൊക്കെ ചെയ്ത് ഈവനിങ് ഞങ്ങൾ കുർബാന കണ്ടുകിട്ടോ എന്ന് പറഞ്ഞ് 2-3 പേര് വിളിച്ചു. അപ്പോൾ ചില കാര്യങ്ങൾക്ക് അത് പരിഹാരം, പ്രാശ്ചിത്തം ഇങ്ങനെയുള്ള രീതിയിൽ തന്നെ അത് പരിഹാരം ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് യാത്രയൊക്കെ ചെയ്ത് നമ്മൾ അങ്ങോട്ട് പരിശ്രമിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഇനിയുള്ള മേലൊക്കെ ചില അലസതയൊക്കെ വഴി, നമ്മുടെ ജീവിതത്തിൽ ഒരു അലസത വഴിയാണ് നമുക്ക് ആത്മീയ ശുശ്രൂഷകൾ പങ്കെടുക്കാൻ പറ്റാത്തതാണ്. അതിനെ ശരിക്കും പരിഹാരം ചെയ്തില്ലെങ്കിൽ ആ രൂപി നമ്മൾ വിട്ടുപോവുകയില്ല. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഗലാത്യ 6:9. അവിടെ ശരിക്കും ഒരു ഉപദേശം തരികയാണ് ശ്ലീഹായിലൂടെ. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്താ അങ്ങനെ പറയണം? മടുപ്പ് അത് നമ്മൾ നോക്കിയ ഒരു നന്മ, അത് കുടുംബത്തിലായിക്കോട്ടെ, ഇടവകയിലായിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, നന്മ ചെയ്യാനായിട്ട് അത് മുന്നോട്ട് വരുന്നവർ വളരെ കുറച്ച് പേരായിരുന്നു. സഹോദരങ്ങൾ ചുറ്റുമുള്ളവരുടെ അടുത്ത് കല്ലെടുത്ത് എറിയപ്പോൾ അപ്പം തന്നെ നമ്മുടെ ചിന്ത എന്താണെന്ന് അറിയോ? ഞാൻ എന്തിനും ആവശ്യമില്ലാതെ ഇതൊക്കെ ചെയ്യണേ അല്ലെ, അതോടുകൂടി ഡ്രോപ്പ് ഔട്ട് ചെയ്യുക. അങ്ങനെയല്ല. കാരണം എന്താ? എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ? നിനക്ക് ഓപ്ഷനിലാണ്, നീ വേണമെങ്കിൽ ചെയ്താൽ മതിയായിരുന്നത്. പക്ഷേ ദൈവം അത് കണ്ടു നിന്റെ ജീവിതത്തിൽ, യേശു നിന്റെ ജീവിതത്തിൽ അതിനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്, ആ ഒരു നന്മയെ പ്രതിയുള്ള ബ്ലെസ്സിങ് കർത്താവ് നിനക്ക് നൽകും. അപ്പം അതുകൊണ്ട് ആൾക്കാർ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ചെയ്യുന്നില്ല, എൻ്റെ ജീവിത പങ്കാളി എന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ്, ചുറ്റുമുള്ളവർ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് നന്മ ചെയ്യാനായിട്ട് കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകിയിട്ടുണ്ടോ മക്കളെ? അത് അവസാനിപ്പിച്ചേക്കരുത്. ലോകം മുഴുവൻ എതിർത്താലും നന്മയാണെങ്കിൽ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യണം. ദൈവം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ അതിനായിട്ട് പ്രതിഫലം നൽകും. ഈശോ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.